ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ മൂല്യം തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവന്റെ വില ആർക്ക് നിശ്ചയിക്കാൻ പറ്റിയല്ല. ദൈവഭക്തിയുള്ളവന്റെ, ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവന്റെ മൂല്യം എന്ന് പറയുന്നത് നിശ്ചയിക്കാവുന്നതല്ല. കാരണം അവൻ ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്നാലും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്ങനെ നഷ്ടപ്പെട്ട്? ഒന്നുമില്ലാത്ത മൂല്യമെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെടുന്നത് പാപം വഴിയായിട്ട്, തിന്മ വഴിയായിട്ട്, പിശാച് വഴിയായിട്ട് ബന്ധം സ്ഥാപിച്ച് നമ്മളിലുള്ള അഭിഷേകം നഷ്ടപ്പെട്ട് കളയുമ്പോഴാണ്. ഒരുപക്ഷെ ഇതൊരു വിശുദ്ധനായി മാറും, ഒരു വിശുദ്ധിയായിട്ട് തീരും എന്ന് ചിന്തിക്കും. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് അവർ ഈ നാട്ടിൽ നിന്നൊക്കെ പോയി മറ്റേതെങ്കിലും സ്ഥലത്ത് പഠിക്കാനോ ജോലിക്ക് പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയാണ് പ്രാർത്ഥനാ ജീവിതമില്ല, നശിച്ചു പോയി. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, തെരഞ്ഞെടുപ്പിന്റെ പിന്നിലൊരു ഈശോ മിശിഹായിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, തെരഞ്ഞെടുക്കപ്പെട്ട നീ എങ്ങനെ ദുഷിച്ചു പോയി? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായിട്ടുള്ള നീ എങ്ങനെ നശിച്ചുപോയി? ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിന് എന്ത് പറ്റി? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം. തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരി ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്, പിന്നെ എങ്ങനെ നീ ദുഷിച്ച് കാട്ടുമുന്തിരിയായി തീർന്നു? വിശിഷ്ട മുന്തിരിയായിട്ടാണ് തെരഞ്ഞെടുപ്പ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് അതാണ്. ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ, ദൈവം ഒരു വ്യക്തിയെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ആ വ്യക്തിയുടെ വിലയുണ്ട്. ഏറ്റവും മനുഷ്യന്റെ വില വർദ്ധിക്കുന്നത്, വില തിരിച്ചറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. ആ മകനും മകളുമാണ്, ഞാനൊരു വിശുദ്ധനാകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഈശോയുടെ സ്വന്തം ആണെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെ വില, ഒരു വ്യക്തിയുടെ മൂല്യം അതെന്താണ്? നീ അമൂല്യനും പ്രിയപ്പെട്ടവനുമാണ്. വചനം പറയുന്നത് അത്രയും നമുക്ക് ബന്ധമുണ്ട് ദൈവവുമായിട്ട്. നമുക്കൊരു മൂല്യമുണ്ട്. നമുക്ക് മൂല്യമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ മൂല്യം നഷ്ടപ്പെടുന്നത്. നമ്മുടെ മൂല്യം നഷ്ടപ്പെടുന്നത് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ, പണം പോകുമ്പോൾ മൂല്യം നഷ്ടപ്പെടും. ഒരു സമൂഹത്തിൽ ഒരു സ്ഥാനം കുറയുമ്പോൾ മൂല്യം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരം നഷ്ടപ്പെടുമ്പോൾ മൂല്യം നഷ്ടപ്പെടും. എന്നാൽ ദൈവിക ചിന്തയോടുകൂടി കാണുമ്പോൾ നമ്മുടെ മൂല്യം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ പാപിയായിട്ട് തീരുമ്പോൾ, നമ്മളൊരു പാപജീവിതം നയിക്കുമ്പോൾ, പാപബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ, പാപ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടുമ്പോൾ, പാപവുമായിട്ട് പിശാചുമായിട്ട് സന്ധി സ്ഥാപിക്കുമ്പോൾ നമ്മുടെ മൂല്യം നഷ്ടപ്പെടുകയാണ്. മാനുഷിക മൂല്യവും ദൈവിക മൂല്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളെങ്ങനെ നശിച്ചുപോയി, തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളെങ്ങനെ ദുഷിച്ചുപോയി. ബൈബിളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ദുഷിച്ചു പോയതിൻ്റെ അനേകം സംഭവങ്ങളുണ്ട്. ദൈവം സാവൂളിനെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിട്ടാണ്. പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി ദുരാരൂപി അവനെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ പിശാചുമായിട്ട് സന്ധി ചെയ്തപ്പോൾ, പാവവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവനെ പിന്നീട് പിശാച് പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയി. ദൈവം സാംസന് അഭിഷേകം നൽകുന്നുണ്ട്. സാംസനെ അഭിഷേകം ചെയ്ത്, സാംസന് ഒരു ദൈവിക ശക്തിയുണ്ട്. സാംസൺ പാപം ചെയ്ത് ദലീലായുമായിട്ട് പാപം ചെയ്യുമ്പോൾ സാംസന്റെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. സാംസന്റെ തകർച്ച ആരംഭിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും ദൈവം പ്രത്യേകമായിട്ട് വിളി നൽകിയിട്ടുള്ളവർക്കും കിട്ടിയിരിക്കുന്ന ഒരു മൂല്യമുണ്ട്. ദൈവവിളിയുടെ ഒരു മൂല്യമുണ്ട്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂല്യമുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ മൂല്യമാണ് ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയാണ് ആ വ്യക്തിയുടെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ ശെമയോൻ പത്രോസിനോട് പറയുന്നത്, നീ കേപ്പ പാറ എന്ന് വിളിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. പിന്നീട് പത്രോസിൻ്റെ മൂല്യം നമുക്കറിയാം. സഭയിൽ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാഭിഷേകം ഒരു സഭയിൽ വർഷിക്കപ്പെടുമ്പോൾ ഈ പത്രോസിനെ മറ്റപ്പസ്തോലന്മാർ വിളിച്ചു വരുത്തിക്കൊണ്ട് വന്ന് പത്രോസ് തലേ കൈവയ്ക്കുകയാണ്. പത്രോസിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പത്രോസിൻ്റെ മൂല്യമുണ്ട്. ആ പത്രോസിൻ്റെ മൂല്യം ഈശോ മിശിഹായുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ, ഈശോ മിശിഹ നൽകിയ അഭിഷേകത്തിൻ്റെ ഫലമാണ്. ഒരു വ്യക്തിയുടെ മൂല്യം എന്ന് പറയുന്നത് ഈശോ മിശിഹായുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ബ്ലെസ്സിങ് ആണ്. ഞാനും ഈശോയും തമ്മിൽ വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട്. അത് എൻ്റെ മൂല്യമാണ്. ഒരു ദൈവഭക്തൻ്റെ, ഒരു ദൈവവിശ്വാസിയുടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ മൂല്യം തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവന്റെ വില ആർക്കും നിശ്ചയിക്കാൻ പറ്റിയല്ല. ദൈവഭക്തിയുള്ളവന്റെ, ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവന്റെ മൂല്യം എന്ന് പറയുന്നത് നിശ്ചയിക്കാവുന്നതല്ല. കാരണം അവൻ ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്നാൽ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്.
എങ്ങനെ നഷ്ടപ്പെട്ടു? ഒന്നുമില്ലാത്ത മൂല്യമെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെടുന്നത് പാപം വഴിയായിട്ട്, തിന്മ വഴിയായിട്ട്, പിശാച് വഴിയായിട്ട് ബന്ധം സ്ഥാപിച്ച് നമ്മളിലുള്ള അഭിഷേകം നഷ്ടപ്പെട്ട് കളയപ്പെടാണ്. അഭിഷേകം നഷ്ടപ്പെട്ട വ്യക്തിയുടെ ആത്മീയ ശക്തി തകർന്ന് അവനൊന്നുമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തെരഞ്ഞെടുക്കപ്പെട്ട നീ ദുഷിച്ചു പോകാൻ പാടില്ല. ഏറ്റവും വലിയ വേദനയായിട്ട് ചിന്തിക്കാറുണ്ട്, ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തോട് അത്രമാത്രം അടുത്തു നിന്നിരുന്നവർ, ദൈവവുമായിട്ട് വ്യക്തിബന്ധം പുലർത്തിയിരുന്നവർ കാലക്രമത്തിൽ നശിച്ചു പോകാറുണ്ട്. ചില കുട്ടികളൊക്കെ അവരുടെ വളരെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ പള്ളിയിലും പ്രാർത്ഥനാ ജീവിതവും കണ്ട് അത്ഭുതപ്പെടാറുണ്ട്. ഒരുപക്ഷെ ഇതൊരു വിശുദ്ധനായി മാറും, ഒരു വിശുദ്ധിയായിട്ട് തീരും എന്ന് ചിന്തിക്കും. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് അവർ ഈ നാട്ടിൽ നിന്നൊക്കെ പോയി മറ്റേതെങ്കിലും സ്ഥലത്ത് പഠിക്കാനോ ജോലിക്ക് പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയാണ് പ്രാർത്ഥനാ ജീവിതമില്ല, നശിച്ചു പോയി. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ സ്വയം നശിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കൂട്ടായ്മ അനേകം യുവതിയുവാക്കന്മാർ പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിന്നൊക്കെ ഒത്തിരി അധികം അകന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ കാരണം കണ്ടുപിടിക്കാവുന്ന അനേകം കാരണങ്ങൾ ഇന്ന് സഭയിലുണ്ടാകാം, സമൂഹത്തിലുണ്ടാകാം. അതൊന്നും നമ്മുടെ ആത്മീയ തകർച്ചയ്ക്ക് നമ്മൾ കൂട്ടുപിടിക്കരുത്. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിലെ ഒരു വലിയൊരു പദ്ധതിയുണ്ട്. നിന്നെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നതിൻ്റെയും നിന്നെ ദൈവം അത്രമാത്രം ഉയർത്തുന്നതിൻ്റെയും ദൈവം നിന്നെ അത്രമാത്രം അനുഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്. നീ നശിക്കുന്നത് ദൈവത്തിന് ഏറ്റവും വലിയ വേദനയാണ്. ഒരു കാലത്ത് ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന നീ ഇന്ന് പാപത്തിൽ കഴിയുന്നത്, നിന്നെ തന്നെ ദുഷിപ്പിച്ച് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണുനീരാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹചുംബനം കൊണ്ട് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുമ്പോൾ ഈശോ മിശിഹായുടെ ആ പീഡാനുഭവത്തിലെ ഏറ്റവും വലിയ വേദന, ഏറ്റവും സ്നേഹമുള്ള ആള് ദുഷിച്ച് ദൈവത്തെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ബോധ്യത്തോടുകൂടി ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും പാപം ചെയ്ത് ജീവിക്കുമ്പോൾ എന്നിലെ അഭിഷേകത്തെയും എന്നിലെ ആത്മീയതയും ഞാൻ നശിപ്പിക്കുമ്പോൾ, വില കണ്ടെത്താതെ പാപത്തിൽ വില കണ്ടെത്തി ജീവിക്കുമ്പോൾ, എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ ദൈവം എന്തുമാത്രം വേദനിക്കും. നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ദുഷിച്ചു പോകുന്നത്? ഒന്നാമത്തെ കാരണം ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാത്തതാണ്. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാത്തതാണ്. പലപ്പോഴും പ്രാർത്ഥന ആനന്ദവും സന്തോഷവുമായിട്ട് മാറിയിരുന്നത്, പ്രാർത്ഥനയിൽ അർത്ഥം കണ്ടെത്തിയിരുന്നവർ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചിരുന്നവർ പല കാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ സമയത്തെ മാറ്റി ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം നഷ്ടപ്പെടുന്നത് തകർച്ചയ്ക്ക്, സ്വയം നശിക്കുന്നതിന് കാരണമാണ്. ദൈവത്തിന് വേണ്ടി നീ സമയം മാറ്റിവെക്കാതെ ആത്മീയ ജീവിതത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചില്ലെങ്കിൽ കാലക്രമത്തിൽ ഒരു വ്യക്തി നശിക്കാൻ തുടങ്ങും. നമ്മൾ പരിശോധിക്കണം, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എത്രമാത്രം സമയം മാറ്റിവെക്കുന്നു. ഒരു ജപമാലയ്ക്ക് വേണ്ടി, ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി, ഒരു ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മൾ സമയം മാറ്റിവെച്ചില്ലെങ്കിൽ കാലക്രമത്തിൽ അതിന് വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുന്ന ഒരു ആത്മീയത ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്, പാപത്തിൽ തന്നെ തുടരുന്നത്. ഒരിക്കൽ പാപം ചെയ്തു, പാപമാണെന്ന് തിരിച്ചറിവുണ്ടായി, ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമുണ്ടായി, കുമ്പസാരക്കൂട്ടി പോയി കരഞ്ഞു തിരിച്ചു വരുന്ന അനേകം ആത്മാക്കളുണ്ട്. അനേകം വിശുദ്ധര് അവരുടെ ശക്തി എന്ന് പറയുന്നത് പാപത്തിൽ വീഴാതിരിക്കുന്നതുകൊണ്ടൊന്നും അല്ല. പാപത്തിൽ വീണുപോയ അനേകം വിശുദ്ധരുണ്ട്. പാപത്തിൽ വീണുവെന്ന് തിരിച്ചറിഞ്ഞാൽ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിപ്പോയി തിരിച്ചു വരുന്നവരുണ്ട്. അങ്ങനെ അവര് ശക്തി പ്രാപിച്ചിട്ടുണ്ട്, അങ്ങനെ അവരുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപത്തിൽ തന്നെ തുടർന്ന് ആ പാപജീവിതത്തെ താലോലിച്ച് ജീവിക്കുന്നത് സ്വയം നശിക്കുന്നതിന് കാരണമായിട്ട് തീരും. രണ്ടാമത്തത്, ഈ പാപത്തിൽ തന്നെ തുടരുന്നത് ഒരു വ്യക്തിയുടെ ആത്മനാശത്തിന് കാരണമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ, കുറവുകളെ കൂട്ടുപിടിക്കുക. ഇന്ന് നമുക്ക് കണ്ടെത്താവുന്ന അനേകം കുറവുകളുണ്ട്. ഒരു വ്യക്തിക്ക് സ്വന്തം പാപത്തെ ന്യായീകരിക്കാനുള്ള അനേകം തിന്മകൾ ലോകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പക്ഷേ പറയാൻ പറ്റും, സഭയിൽ പ്രശ്നങ്ങളില്ലേ? ശരിയാണ്, സഭയിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. വൈദികരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലേ?
സമർപ്പിതരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലേ? സ്വന്തം മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലേ? സമൂഹത്തിൽ തിന്മയില്ലേ? ശരിയാണ്. പക്ഷേ നിന്റെ ആത്മീയ തകർച്ചയ്ക്ക് ഈ കാരണങ്ങളെ നിരത്തി വെച്ച് നീ നശിക്കാൻ പാടില്ല. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം പുറമേയുള്ള കാരണങ്ങളായിട്ട് അതല്ല. നമ്മുടെ ആത്മീയ തകർച്ചയിൽ എനിക്കും പങ്കുണ്ട്. നമുക്ക് ഓരോരുത്തർ പ്രധാനപ്പെട്ട നമ്മുടെ തന്നെ പങ്കാണ്. പ്രിയപ്പെട്ടവരെ, സ്വയം നശിക്കാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് നാശം ആരംഭിക്കുന്നത്. ശരിയാണ്. ഇന്ന് സമൂഹത്തിൽ ഒത്തിരിയധികം തകർച്ചകൾ, ആത്മീയ തകർച്ചകൾ സഭയുടെ മേഖലയിലും ആത്മീയ മേഖലയിലും വൈദികരുടെ സമർപ്പിതരൊക്കെ മേഖലയിലുണ്ട്. ദൈവം അവരോട് കണക്ക് ചോദിക്കുന്നുള്ള ഉറപ്പാണ്. പക്ഷെ നമ്മളോട് കണക്ക് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ പാപാവസ്ഥ, എൻ്റെ പാപജീവിതത്തെ കണ്ട് ദൈവം കണക്ക് ചോദിക്കും. അപ്പം അതുകൊണ്ട് ഈ പാപത്തെ ന്യായീകരിക്കാനായിട്ട് മറ്റുള്ളവരുടെ വീഴ്ചകളെ നിരത്തി വെക്കരുത്. അങ്ങനെയല്ല ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. പാപത്തെ ന്യായീകരിക്കുന്നതല്ല, സ്വന്തം പാപം ഏറ്റുപറഞ്ഞ് തിരിച്ചു വരുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇന്ന് പലർക്കും തിരിച്ചു വരാൻ പറ്റാത്തതിൻ്റെ കാരണം അനേകം ന്യായീകരണങ്ങൾ ഇന്ന് സമൂഹത്തിൽ കണ്ടെത്താൻ പറ്റും. അത് നിരത്തി വെച്ചിട്ട് പാപത്തിൽ നമ്മൾ ആയിരിക്കുകയാണ്, ആ പാപാവസ്ഥയിൽ തന്നെ ആയിരിക്കുകയാണ്. അത് കാലക്രമത്തിൽ ദുഷിച്ച ഒരു മുന്തിരിച്ചെടിയെ, ദുഷിച്ച ഒരു വ്യക്തിയായിട്ട് മാറുന്നതിന് കാരണമായിട്ട് തീരും. നാലാമതായിട്ട് ആത്മരക്ഷയെ നിസ്സാരമായിട്ട് കണ്ട് ഭൗതിക രക്ഷയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മരക്ഷയെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദുരന്തം എന്ന് പറയുന്നത് ആത്മരക്ഷയെ നിസ്സാരമായി കണ്ട് ഭൗതിക രക്ഷയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ജോലി വേണ്ടേ? സാമ്പത്തിക അഭിവൃദ്ധി വേണ്ടേ? അല്ലെ ഭൗതികമായ സുസ്ഥിതി വേണ്ടേ? നേട്ടങ്ങൾ വേണ്ടേ? ഉന്നതി പ്രാപിക്കണ്ടേ? ശരിയായ കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഒരൊറ്റ ചോദ്യമാണ്, ആത്മരക്ഷയും കൂടെ വേണ്ടേ? ആത്മരക്ഷയെ എന്തിനാണ് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത്? ആത്മരക്ഷയെ ഗൗരവമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? ഗൗരവമായിട്ട് കാണാത്തത് എന്തുകൊണ്ടാണ്? ആത്മരക്ഷയ്ക്കുപരിയായിട്ട് ഭൗതിക രക്ഷ വളർന്നു കഴിയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം തകരും. നീ ആത്മരക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് ഭൗതിക രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം അതിൻ്റെ അകത്ത് നന്മ കണ്ടെത്തും. ദൈവം നിനക്ക് അതിൻ്റെ അകത്ത് നന്മ കണ്ടെത്താനും അതിൻ്റെ അകത്തുള്ള പദ്ധതികൾ തിരിച്ചറിയാനും കഴിയും. ആത്മരക്ഷയെ നിസ്സാരമായിട്ട് കണ്ട് ഭൗതിക രക്ഷയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ കാലക്രമത്തിൽ നമ്മൾ നശിക്കാൻ തുടങ്ങും. അവസാനമായിട്ട് ഈ അനുതാപം നഷ്ടപ്പെടുന്നതാണ്. ഈ പാപം ചെയ്തിട്ട് പാപത്തെ ഓർത്ത് അനുതപിച്ച് കരയാതെ, പാപത്തെ ഓർത്ത് അനുതപിക്കാതെ, പാപത്തെ ഓർത്ത് വേദനിക്കാതെ അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാതിരിക്കുക. പാപത്തിന് തത്തുല്യമായ അനുതാപം നഷ്ടപ്പെടുന്നു. ഇത് മാരകപാപം ചെയ്തിട്ടും അനുതാപത്തിൻ്റെ ഒരു അഭിഷേകം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആത്മശോധന ചെയ്യാം. യഥാർത്ഥ അനുതാപം എനിക്കിന്നുണ്ടോ? അനുതാപത്തിന് തിരിച്ചു വരാനായിട്ട് കഴിയും. ഇപ്പോൾ ഒരു ആത്മീയ തകർച്ചയുടെ 5 കാരണങ്ങൾ അച്ഛൻ പറഞ്ഞു. ഒന്നാമത്തേത്, ദൈവത്തിന് വേണ്ടി നീ സമയം മാറ്റിവെക്കാത്തതാണ് തകർച്ചയുടെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപത്തിൽ തന്നെ തുടരുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. പാപം ചെയ്യാനായിട്ട് മൂന്നാമത് ഈ മറ്റുള്ള കാരണങ്ങളെ നിരത്തി വെച്ച് അതിനെ ന്യായീകരിച്ച് പാപം ചെയ്ത് ജീവിക്കുക. നാലാമത്, ആത്മരക്ഷയെ നിസ്സാരമായി കണ്ട് ഭൗതിക രക്ഷയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുക. അഞ്ചാമത്, അനുതാപമില്ലാതെ വീണ്ടും വീണ്ടും പാപത്തിൽ തന്നെ തുറന്നുകൊണ്ടിരിക്കുക. ഇത് പലരെയും, കൃപയുള്ള പലരെയും ഇന്ന് നശിക്കുന്നതിന്, ആത്മനാശത്തിന് കാരണമായിട്ട് തീരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആത്മരക്ഷയെ ഗൗരവത്തോടു കൂടി കാണാം. നീ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. നീ ദുഷിച്ച് ഒരു കാട്ടുമുന്തിരിയായി തീരാൻ പാടില്ല. നീ നശിക്കാനായിട്ട് പാടില്ല. ദൈവം നിനക്ക് എല്ലാവിധ കൃപകളും തരും. ഈശോ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.